ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ്. KTU, ഡിജിറ്റൽ സർവകലാശാല എന്നീ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു. നേരത്തെ സിംഗിൾ ബെഞ്ച് കേരള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത്. ഈ സർവകലാശാലകളുടെ ആക്ട് പ്രകാരം കേരള ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. അതിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ പോവുകയാണ് ചെയ്തത്. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്. പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ സർവകലാശാലകളുടെ നിയമങ്ങളാകെ നിർമ്മിക്കുന്നത് കേരള നിയമസഭയാണ്. നിയമസഭ ഉണ്ടാക്കിയ നിയമത്തെ ആധാരമാക്കിയിട്ടാണ് സർവകലാശാലകൾ രൂപീകൃതമാകുന്നത്. ആ സർവകലാശാലയുടെ സമ്പൂർണ്ണ ഫണ്ടിങ്ങും സൂപ്പർവിഷനും എല്ലാം കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അങ്ങനെയിരിക്കെ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായിട്ട് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നിയോഗിക്കുക എന്നുള്ള രീതി കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്ന് ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ രണ്ട് കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. പറയാനുള്ളത്, സർവകലാശാലകളിൽ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റി ഒട്ടേറെ നേട്ടങ്ങൾ ആർജിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണിത്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ആഗോള റാങ്കിംഗ് പട്ടികകളിലുമെല്ലാം ഏറ്റവും അന്തസ്സോടെ നിലയുറപ്പിക്കാൻ നമ്മുടെ സർവകലാശാലകൾക്ക് കഴിയുന്ന ഒരു കാലത്ത് അവയുടെ ആ പ്രവർത്തന പദ്ധതികളെ ആകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തീർച്ചയായും അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ ചാൻസലർ ഒരു ഭാരതാംബ വിവാദം നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കേരള സർവകലാശാലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള RSS ആഭിമുഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയോഗിച്ചിട്ടുള്ള അക്കാദമിക് താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, RSS താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയുക്തരായിട്ടുള്ള വൈസ് ചാൻസലർമാരോടും എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ഭാവിയെ കരുതി നിങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. അക്കാദമികമായ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യങ്ങൾ ഒരുക്കണം. രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിത ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്.